നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മൾ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാട്സപ്പിനകത്ത് നമുക്കൊരു ലിങ്ക് ഇട്ട് തന്നാൽ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അത് നേരെ ഗൂഗിളിലോട്ടാണ് പോവുക. അപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കാത്ത ഒരു ദിവസം നമുക്കുണ്ടാകില്ല. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാറുണ്ട്. എന്നാൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സെറ്റിങ്സുകൾ ഓഫ് ചെയ്യാതെ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കരുത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. എന്തൊക്കെയാണ് ഫീച്ചറുകൾ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമത് കാണുന്ന പ്രൈവസി ഗൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ താഴെ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിനകത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെറ്റിങ്സ് ഓൺ ആണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടെ ഡാറ്റകൾ എങ്ങനെയാണ് മറ്റൊരു തേർഡ് പാർട്ടി സൈറ്റുകളിലേക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് നിങ്ങളുടെ ഡാറ്റകൾ എങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് ബാർ ഡീറ്റെയിൽസുകളൊക്കെ എങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നു എന്നൊക്കെ ഇവിടെ വിശദമായിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വായിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ജെമിനിയിലോ ചാറ്റ് ജിപിടിയിലോ ഇട്ട് ഇതിൻ്റെ വിശദീകരണം മലയാളത്തിൽ ചോദിച്ചാൽ അത് വിശദമായിട്ട് നിങ്ങൾക്ക് തരും. താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇവിടെയും കാണാം സിങ്ക് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്നുള്ള ഓപ്ഷൻ. ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കാണും. ഇതിനകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഇവിടെ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നിടത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഫീച്ചറുകളെന്നും ഇത് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിനെ കൂടുതൽ സേഫ് ആക്കുന്നു എന്നുള്ളത്. ഇതൊരു സേഫ് ബ്രൗസിംഗ് പ്രൊട്ടക്ഷനാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എങ്ങനെ സേഫ് ആക്കുന്നു എന്നിവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലൊരു ഓപ്ഷൻ കാണും. ഇവിടെ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഭാഗത്താണ്, ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്താണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് സാധാരണ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കുക്കീസുകൾ, അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡാറ്റകൾ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കും. കുക്കീസ് ഫയൽ മുഖാന്തരം അത് സേവ് ചെയ്യും. പിന്നീട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ഡാറ്റകൾ ആരും കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ കുക്കീസ് ഫയലിൽ നിന്ന് നിങ്ങളുടെ സ്വകാര്യ ഡാറ്റകളൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് തേർഡ് പാർട്ടി ആപ്പുകളിലേക്കുള്ള കുക്കീസുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തും സെറ്റ് ചെയ്തും വെച്ചതിന് ശേഷം താഴെ അവസാനം കാണുന്ന ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. താഴെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ സേഫാണ്. ഒരു പേടിയും പേടിക്കേണ്ട. ആവശ്യമുള്ള ലിങ്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡാറ്റകൾ ചോർന്നു പോകില്ല. ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് സേഫ് ചെയ്ത് തരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.